ഇടവഴിയിലും പാതി വഴിയിലും തളരാതെ ഞാൻ തുടരുവാ. ഇടവഴിയിലും പാതി വഴിയിലും തളരാതെ ഞാൻ തുടരുവാ. എൻ മുൻപിലും എൻ പിൻപിലും നിൽക്കുന്നേ ദൈവ സാന്നിധ്യം. എൻ മുൻപിലും എൻ പിൻപിലും നിൽക്കുന്നേ ദൈവ സാന്നിധ്യം. എന്നുള്ളിൽ ബലം നൽകി നീ മുൻപോട്ടു പോകുവാ. എന്നുള്ളിൽ ബലം നൽകി നീ മുൻപോട്ടു പോകുവാ. ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ, സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. തകർന്നവളായി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നവളായ ഹാഗാറിനെ ദൈവത്തിന്റെ ദൂതൻ കാണുകയാണ്. എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു വേർഡ് ഇതാണ്. ദൈവം ഒരു വ്യക്തിയോട് കാണുമ്പോഴും മിണ്ടുമ്പോഴും എല്ലാം അവിടെ ഒരു ഉറവയുടെ സാന്നിധ്യമുണ്ട്. കേട്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ വെച്ച് കണ്ടു. അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ തൊട്ട് പുറകെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഉറവ തുറക്കും. ഒരു അനുഗ്രഹം ഉണ്ടാവും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിസിറ്റേഷൻസ്, ദൈവത്തിൻ്റെ കണ്ടുമുട്ടലുകൾ, ദൈവത്തിൻ്റെ ശബ്ദങ്ങൾ എപ്പോഴൊക്കെ നിങ്ങൾക്ക് റിലീസാകുമോ അപ്പോഴെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒരു ഉറവയുണ്ട്. ഇന്നിത് പറയുമ്പോഴും നിങ്ങൾ ഈ ദൈവശബ്ദം കേൾക്കുമ്പോണ്ടല്ലോ, ഏതോ ഒരു നല്ല നന്മയുടെ, അനുഗ്രഹത്തിൻ്റെ, ഉയർച്ചയുടെ, വാഗ്ദത്തത്തിൻ്റെ, നിലനിൽപ്പിൻ്റെ, യെസ്, മുൻപോട്ട് പോകാൻ ശക്തി തരുന്ന, ബലം നൽകുന്ന, ധൈര്യം നൽകുന്ന ഒരു ദൈവത്തിൻ്റെ ഉറവ നിങ്ങൾക്കായി തുറക്കുകയാണ്. ഉറവയുടെ അരികിൽ വെച്ച് കണ്ടു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ദൈവം നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ എല്ലാം സംതിങ് സ്പെഷ്യൽ, എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ മേൽ വന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് നിന്റെ ശബ്ദം വേണം, എനിക്ക് അങ്ങയുടെ ഇടപെടൽ വേണം, എന്നെ ഒന്ന് കാണണം. ഉറവിൻ്റെ അരികിൽ വെച്ച് കണ്ട കർത്താവ്, ഞാൻ നിങ്ങളോട് പറയാം, അത് വെറുതെ അല്ല, ഉറവ് നിനക്ക് തരാനാ, അത് നിന്റേതാണ്. കിണറിൻ്റെ അടുക്കിൽ വെച്ച് കണ്ടവൾക്ക് ഉറവ കൊടുത്തു വിട്ടൊരു കർത്താവ് നിന്റെ അകത്ത് നിന്ന് ഉറവ പൊങ്ങും. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അകത്തൊരു ഉറവ ദൈവം തുറക്കുകയാണ്. ഇന്ന് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് പുതിയതായിട്ടൊന്നും കാണാതെ, പുതുതായിട്ടൊന്നും ലഭിക്കാതെ, എവിടെയൊക്കെയോ സ്റ്റക്കായി പോയി പണ്ടത്തെ പോലെ തന്നെ തുടരുന്ന നിന്റെ ലൈഫിൽ ഇന്നൊരു ബ്രേക്ക് ത്രൂ ആണ്. ദൈവം നിന്നെ കാണുന്നു. സ്പിരിറ്റ് തലത്തിൽ ബ്ലോക്കുകളായി പോയ ചിലരെ ദൈവം ഇന്ന് സന്ദർശിക്കുന്നു. ഒരു പരിധിക്കപ്പുറം ഉയരാതെ തകർന്നു പോയ ചിലരെ കർത്താവ് ഇന്ന് കാണുന്നു. വെറുതെ കാണുകയല്ല, ഒരു ഉറവിൻ്റെ അരികിൽ വെച്ച്. ആ ഉറവ നിന്റേതാ. അതെ, ആ ഉറവ നിന്റേതാണ്. നിനക്കും നിന്റെ സന്തതിക്കും ഉള്ള ഒരു ഉറവയുടെ അടുക്കൽ വെച്ച് ദൈവം നിന്നെ സന്ധിക്കുന്നു. നിനക്കും നിന്റെ തലമുറയ്ക്കുമായി
ദൈവം ചില ഉറവകൾ തരാൻ ഇന്ന് നിന്നെ കാണുന്നു. ആമേൻ. ഇതൊരു പ്രവചന ദൂതായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല ദൂതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങൾക്കായിട്ട് ചില ഉറവകളെ തുറക്കുന്നതിന് നന്ദി പറയും. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവർക്കായി ഇന്ന് പകൽ അങ്ങ് തുറക്കുന്ന ഈ ഉറവയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, ഇവരെ അടുത്തൊരു തലത്തിലേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് സ്തോത്രം ചെയ്യും. കർത്താവെ, അവർക്കൊരു നിറവിനെ ഇന്ന് പകൽ അങ്ങ് കൊടുക്കുന്നതിന് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് അവരോട് നീ സംസാരിച്ചത് കൊണ്ടും ഈ വചനം അവർ കേട്ടതുകൊണ്ടും അവരൊരു ഉറവയുടെ അടുക്കലാണ്. അവർക്കും അവരുടെ തലമുറയ്ക്കുമുള്ള ഒരു ഉറവയുടെ നിറവിൻ്റെ അടുക്കൽ നീ അവരെ നിർത്തിരിക്കുന്നതിനായി സ്തോത്രം. അവർ പ്രാപിക്കട്ടെ പുതിയ ചില ഉറവകൾ. അവർക്കായിട്ട് സാമ്പത്തികമായ ഉറവകൾ, അഭിഷേകത്തിൻ്റെ ഉറവകൾ, കൃപാവരത്തിൻ്റെ ഉറവകൾ, ദൈവബന്ധത്തിൻ്റെ ഉറവകൾ. സ്തോത്രം. അന്നാളിൽ ഞാൻ യഹൂദാഗ്രഹത്തിൻ്റെ മേൽ അവരുടെ മലിനതകളെ മാറ്റുവാൻ വേണ്ടി ഉറവകളെ തുറക്കുമെന്ന് പറഞ്ഞ ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ താഴ്വരയിൽ നിന്നും മലകളിൽ നിന്നും അക്സയ്ക്ക് വേണ്ടി ഉറവകളെ കൊടുത്ത ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ ഇവർക്ക് ചില ഉറവകൾ കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വരണ്ട നിലത്ത് നീരുറവകളെ തുറക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു, ഉയർത്തുന്നു, മാനിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. God bless you. ഇന്നത്തെ ദൂത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. മറ്റുള്ളവരിലേക്കും ഈ സന്ദേശത്തെ എത്തിക്കുക. God bless you. Shalom. ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.